ഹലോ ഹലോ ആരാ? വാസണ്ണാണോ? അതെ ആരാ? സ്റ്റാലിൻ സ്റ്റാലിൻ. ആരാ എന്താ പറഞ്ഞ? അതെ, ആ. ഒന്ന് കാണാൻ പറ്റൂ? കാര്യം എന്താ? ബോഡി ഗാർഡിന്റെ ഒരു കാര്യത്തിന്. കേട്ടില്ല. ബോഡി ഗാർഡ്. ആർക്ക് ബോഡി ഗാർഡ്? ചന്ദ്രന് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. വാസണ്ണ വേണം. ചന്ദ്രന് ബോഡി ഗാർഡാ? ആ, അയ്യേ, വീട് വരാന്ന് പറഞ്ഞു. മാസോ? ഞാൻ അവനെ വിളിച്ചിട്ട് വിളിക്കാം. ഓക്കെ. അയ്യേ. ഹലോ എടാ മോനെ ചന്ദ്ര, അണ്ണാ പറ. എടാ നീ ഇപ്പോഴും മറ്റേ തന്തയാരെന്ന് അറിയാത്തവൻ തന്നെയല്ലേ? അല്ലേ? അണ്ണാ നമ്മളിങ്ങനെ സൂരജിന്റെ സൂര്യന്റെ താനാണ്. നീ തന്ത അറിയാതെ മറ്റേ ചന്ദ്രനല്ലേ? ചന്ദ്രബോസ്, മറ്റേ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ചന്ദ്രബോസ്. ഞാൻ ടി വി വലിച്ചു കയറ്റി ആ ചന്ദ്രബോസ് അല്ലേ നീ? ശരി, ഞാൻ എന്നൊരു ചോദ്യം ചോദിക്കട്ടെ. അണ്ണന്റെ അച്ഛന്റെ പേര് പറ. അത് ഞാൻ തന്നെ. ശരി, അണ്ണന്റെ അച്ഛന്റെ പേര് പറ. അപ്പൊ നീ മറ്റേ തല്ലുള്ളി നടക്കുന്നത് നിനക്ക് എന്തിനു ബോഡി ഗാർഡ്? ബോഡി ഗാർഡ് അണ്ണ, അതായത് ചിലപ്പോ ഞാനിപ്പോ കുറച്ച് കോടീശ്വരനായില്ലേ. ഇന്നലെ 50 കോടി. 50 കോടിക്കകത്ത് നിനക്ക് എത്ര രൂപ കിട്ടി? 50 കോടി എനിക്ക് തന്നെ കിട്ടി. 50 കോടി നിനക്ക് കിട്ടിയാ? അണ്ണാ ഞാൻ അത് അറിയാതെ ഞാനേക്കാട്ട് മുക്കിയത്. അണ്ണ എന്തിനു പറയണ? അണ്ണ ഇങ്ങനെ ഗ്യാങ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളനെ കാട്ടി നൈസായിട്ട് ഇസ്കാൻ മേടിക്കണം. അണ്ണന്റെ കൂടെ 2 ദിവസം നടന്നു ഞാൻ പറഞ്ഞുതരാം. കുറെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. നിനക്ക് മൊത്തം കിട്ടിയാ? മൊത്തം എമൗണ്ട് കിട്ടിയാ? മൊത്തം കിട്ടി. ശരി, അണ്ണനെ ഞാൻ 10 കോടി തരാം. എടാ ഒരു 30 താടാ, 20 നീ വെച്ചോടാ. അണ്ണല്ലേ? എടാ 30 ഞാൻ തരാം. 20 കോടി 20 കോടി 20 കോടിയാ. 20 കോടി 25. അണ്ണ 25 ആണ്. 25 എനിക്ക്. ഓ സെറ്റ്. ദാ വരുന്നു. ചന്ദ്ര നീ എവിടെ ലൊക്കേഷൻ പറയിച്ചെന്ന് എനിക്കൊന്ന് പെട്ടെന്ന്. അണ്ണാ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിരുന്നത് ഇപ്പൊ എത്തിയുള്ളൂ. എവിടെ? അലീനയ്ക്ക് കുറച്ച് ഡയമണ്ട്സ് വാങ്ങിക്കാൻ പോയത്. അലീനയ്ക്ക് ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു, ഇപ്പൊ എത്തിയുള്ളൂ. ഡയമണ്ട്സോ? കാശുകാരനായല്ലോ, ഇനിയിപ്പോ എന്ത് വേണല്ലേ? 25 കോടി ഇരിക്കല്ലേ എന്തായാലും. എവിടെ ലൊക്കേഷൻ പെട്ടെന്നേക്ക്? അണ്ണ ഞാൻ മുതുക്ക് ഡ്രസ് ഷോപ്പ്. മുതുക്കില് സോറി അണ്ണ മുതുക്കല്ല, നമ്മുടെ മറ്റേ ഡ്രസ് ഷോപ്പില്. അതാ 2 വളവുള്ള എനിക്ക്. ഓക്കെ അണ്ണ പെട്ടെന്ന്. അണ്ണ ഞാനേ അണ്ണ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അണ്ണ ഒന്ന് വരാവോ? തൊട്ടിപ്പുറത്ത് തന്നെ. ലൊക്കേഷൻ അയച്ചോ? ആ ഓക്കെ. ഇവനെവിടെ? അതെ നിൽക്കുന്ന കേട്ടോ. ബോസ് അവരൊന്ന് ബോസ്. വസണ്ണ അണ്ണാ പോവാം. ഇതാരാ? അതാണ് അണ്ണ ഞാൻ വിളിച്ച് പെട്ടെന്ന് വരാൻ വേണ്ടി. അണ്ണാ ഇത് നീകൻ. 3 കോടി അവനെ കൊടുത്ത 50 കോടിയാണ്. 50 കോടി. അണ്ണാ അണ്ണന്റെ ഡ്രസ്സ് കിട്ടാ. ഞാൻ തിരക്കിൽ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടിട്ടേ. പ്രശ്നമല്ലേ അണ്ണനെ? നിനക്ക് ഇന്നലെ ആ 50 കോടി നിന്റെ അല്ലായിരുന്നോ? അതിന്ന് ആരും അറിയാതല്ല നീ എനിക്ക് 20 കോടി തന്നേ. എടാ ചന്ദ്രന്റെ 50 കോടി ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര റോള്. എന്തിന്? അവന് 5 കോടി കൊടുത്തു. ഞാൻ പറഞ്ഞ 50 കോടി അവന്റെ കൊടുത്തു. 45 മുക്കി. അവന്റെ 5 ഉള്ളോ? പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങിയത് ബുദ്ധിയില്ലാത്ത നീകരില്ല. 50 കോടിയോട് പറഞ്ഞ് കൊടയും പിടിച്ച് പുറകെ കിടക്ക. ഞാൻ ഇവിടെ വന്നപ്പോഴേ ആത്മാവില്ലേ ചന്ദ്രന് കൊട പിടിച്ചു കൊടുത്തിട്ട് പറയാണേ, ബോസ് നടക്കുമ്പോ കുറച്ചേരം അങ്ങനെ ഇരിക്കട്ടെ. കൊണ്ടുവരാം ബോസിനെ കൊണ്ടുവരാം. തിരക്കെ കയറേ
അതന്നെ വണ്ടി തന്നെ ഇതിലൊരു പെണ്ണിനെ കൊണ്ട് പോകുന്നുണ്ട് കുറ്റിക്കാട്ടി കയറി ഇത് സ്ഥിരം പ്ലേസ് അങ്ങോട്ട് ഏത് പെണ്ണിനെ കിട്ടിയാലും ഈ വഴിയും കൊണ്ടുപോകും സാധാരണ എല്ലാവരും പലവറ്റില്ല പോകുന്നത് വാസോണ്ണ മാത്രം എന്താ ഈ വഴി പോകുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കണ്ടോന്നൊരു ഡൗട്ട് വളവ് കഴിഞ്ഞ എങ്ങോട്ട് പോകണം പറയാൻ പറ്റൂലേ നീ ഇന്നലെ വളവിനായിട്ട് അറിയില്ലേട്ടാ നമ്മള് നിർത്തിയിട്ടേക്കോ ഏതല്ലേ നമ്മളെ സ്പൈ ആണ്ട്രാ ഒഫീഷ്യൽ നമ്മൾ വിഷയം മറ്റേ സത്യം പറഞ്ഞ ജെയിംസ് ബോണ്ട് പടത്തിൽ ഇങ്ങനത്തെ സീന കണ്ടിട്ടുള്ളത് ബാബു ചേട്ടാ ചിലവ് ആളില്ലാതെ എല്ലാം നോക്കി പോന്നെയാണ് നമ്മളെ കാണാൻ ചേട്ടാ വണ്ടിക്കകത്ത് ചെല്ല പരിപാടിയാണ് കുലുക്കുണ്ടോ വണ്ടിക്ക് വണ്ടി കയറ്റിയുടെ ചന്ദ്രൻ 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 സരക്കണ്ണൻ നീകൻ ഇതിപ്പോ കൊറേ പേരുണ്ട് കേട്ടാ അണ ഞാൻ സത്യം പറയട്ടെ വാസോണ്ണ ആ പൈസ കാണാലോ വാസോണ്ണ ആ പൈസ സരക്ക് എന്റെ തന്നെന്ന് പറഞ്ഞ ഞാൻ എണ്ണി നോക്കിയോ സോണ്ണ പക്ഷെ ഞാൻ ഇത് നോക്കിയപ്പോഴത്തേക്ക് അത് 6 കോടിയുള്ളൂ വാസോണ്ണ ബാക്കി എനിക്ക് അറിഞ്ഞു വാസോണ്ണ എവിടെ സർവീസ് സർവീസിന് വിളിച്ചു വന്നാണ് സാറേ സർവീസിന് നിന്റെ തൊണ്ടക്കകത്ത് എന്തുവാടാ പൈസ തിരികെ വെച്ചേക്കണം ഇന്നലെ മോട്ടിച്ചേ നീ മാത്രമാണ് ചന്ദ്ര നീ മാത്രമാണ് നീ ലോക്കറി വെച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നടാ ശരിക്കും ചന്ദ്രനാണ് അടുത്തത് ചന്ദ്ര എന്റെ സൂരജ് അണ്ണാണ് സത്യം ഞാനല്ല ഇത് ചെയ്തത് ഞാൻ ചെയ്തെങ്കിൽ ഞാൻ പറയും ബാല ടി.വി. ആണ് സത്യം ആ പൈസ നോക്കി സരക്കാണ് അങ്ങനെ ചെയ്യൂല ബാബു സേണെന്ന് പറഞ്ഞാലും വിശ്വസിക്കും പക്ഷെ സരക്കണ്ണനൊക്കെ മുക്കെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട് ചന്ദ്രനെ എടുത്തുണ്ടെങ്കിൽ ചന്ദ്രൻ ഇവിടെ കാണത്തില്ല പാലോ നമുക്ക് വല്ല തായ്ലൻഡിലും വിട്ടാണ് ഇപ്പൊ തന്നെ എന്നാലും സരക്ക് ചതിച്ചല്ലടാ എന്നെ സരക്കിന് കൂടെ എന്നാടാ